ചേട്ടാ, അപ്പോ ഇത്തവണ ഗസ്റ്റ് ആയിട്ടാണല്ലോ പോയെ, എന്ത് തോന്നുന്നു? വളരെ സന്തോഷം. അതായത് ഇപ്പോൾ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിട്ട് രണ്ടാമത് കിട്ടിയിട്ടുള്ള ഒരു എൻട്രി ആണല്ലോ. അപ്പോൾ അത് വളരെ സന്തോഷം. അപ്പോൾ അവൻ അവൻ്റെ രീതിയിൽ പെർഫോം ചെയ്തു. പിന്നെ ഒരു കണ്ടസ്റ്റൻ്റ് ആയി വരാൻ ഒന്നുകൂടി പെർഫോമൻസ് ആയേനെ. പക്ഷേ ഗസ്റ്റാണ്, അപ്പോൾ അവർക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് കാരണം 1 വീക്ക് കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ച് ആസ് യൂഷ്വൽ. പുള്ളി ഭയങ്കര സൈലന്റ് ആയിട്ടുള്ളതുണ്ടോ? അല്ല, ഗസ്റ്റ് ആകുമ്പോൾ പിന്നെ ഗെയിം കളിക്കാൻ പറ്റില്ല. ഗെയിമിന് ഒരു പരിമിതികളുണ്ടല്ലോ ഗസ്റ്റിനൊക്കെ. അപ്പോൾ കാരണം പുള്ളി ആ ഗസ്റ്റിൻ്റെ അതിലേക്കാണ് മുന്നോട്ട് പോയിരുന്നത്. ഗെയിമറായിട്ടല്ല പുള്ളി പോയത്, ഗസ്റ്റായിട്ടാണ് പോയത്. അപ്പോൾ അതനുസരിച്ച് ഇപ്പോൾ ബിഗ് ബോസിന്റെ അകത്തുള്ളതാണ് ശരിക്കും യഥാർത്ഥത്തിലുള്ള രതീഷ് ചേട്ടൻ. യെസ്, ഇപ്പോൾ പോയ ആളാണ് യഥാർത്ഥ രതീഷ് ചേട്ടൻ. പക്ഷേ ഡിഫെൻഡ് ചെയ്യുമ്പോൾ പുള്ളി നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും. അതിപ്പോൾ ഏതും ഏതാൾക്കും നമ്മളെ ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഒരു ഉണ്ടാവില്ല. അതേപോലെ തന്നെ ഇപ്പോഴാണ് പ്യൂറായിട്ടുള്ള രതീഷ് ഇപ്പോൾ പോയിട്ടുള്ള ആളാണ്. ആദ്യത്തെ വിഷൻ അതൊരു ഗെയിം സ്ട്രാറ്റജിയാണ് ഫസ്റ്റത്തെ ഇതുണ്ടായിരുന്നത്. ആദ്യത്തെ വിക്ഷനിൽ എന്താ തോന്നിയത് ശരിക്കും? അത് മെയിനായിട്ട് അതിൻ്റെ ഒരു എന്താ പറയുക, അവൻ്റെ ചില ഭാഗങ്ങളിൽ ചിലപ്പോൾ എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായിരിക്കാം. അല്ലാതെ പക്ഷെ ഒന്നുകൂടി ആക്റ്റീവായിട്ട് നിന്നായിരുന്നു. ഒരു ഓളം ഉണ്ടായിരുന്നു, ഫസ്റ്റ് വീക്കിൽ ഓളം ആക്കിയിരുന്നു. അവിടെ ശരിക്കും കുറച്ച് നാളോട് നിന്നായിരുന്നെങ്കിൽ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ജനങ്ങൾ പറയണ പോലെയല്ലേ കാര്യങ്ങൾ. കുറച്ചുകൂടെ തകർത്ത് പുള്ളി പിന്നെ ഇപ്പൊ ഒന്നുകൂടി തകർത്ത് പോയേനെ. ജിൻഡും അവരെയുള്ള കോംബോ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി അടിപൊളിയായിട്ട് പോകും. അത് വിചാരിച്ച ഒരു വെയിറ്റിംഗിലായിരുന്നു. പക്ഷെ അത് വെയിറ്റില്ല. ചേട്ടൻ്റെ ഒരു കൺസെപ്റ്റിൽ ആരായിരിക്കും അവിടെ കൂടുതൽ ഇനി പെർഫോം ചെയ്യാൻ പോകുന്നതും? എല്ലാവരും നല്ല ഗെയിമേഴ്സ് ആണ്. കുറച്ചുകൂടി പെർഫോമൻസ് ജിൻഡോ ഒക്കെ ഒന്നുകൂടി ആക്റ്റീവാണ്. അവരെല്ലാവരും നല്ല ഗെയിമേഴ്സ് ആണ്, കുഴപ്പമില്ല. സിജോ ഒക്കെ നല്ല കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകും. നല്ല പ്രതീക്ഷ. കാണാറുണ്ടല്ലോ? ഞാൻ കാണാറുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ സീസണും കാണാറുള്ളതാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്ലെയർ ആയിരുന്നു? എനിക്ക് എല്ലാവരും ഇഷ്ടം തന്നെയാണ്. എൻ്റെ ഒരാളായിട്ട് പ്രത്യേകിച്ച് പറയാനില്ല. പക്ഷെ ജിൻഡോ സിജോ ഒക്കെ കുറച്ചുകൂടി വ്യത്യസ്തരായിട്ട് ഗെയിം ചെയ്യുന്നുണ്ട്. അവര് ഫ്ലോറിൽ ഇറങ്ങി കളിക്കുന്നുണ്ട്. അത് അദൃശ്യമായിട്ടാണ് ഗബ്രി ഔട്ടായത്. ആരും പ്രതീക്ഷിച്ചില്ല, പെട്ടെന്നായിരുന്നു. ഈ ഗബ്രിയുടെയും ജാസ്മിന്റെ ഒക്കെ ഗെയിം ചേട്ടൻ എങ്ങനെ തോന്നിയിട്ടില്ല? അതിനെ പറ്റിയുള്ള കൂടുതൽ കാര്യം അവനോട് തന്നെ ചോദിക്കില്ല. എന്നാലും ഒരു 5 ഇപ്പൊ 6ാമത്തെ സീസൺ ആണല്ലോ, എല്ലാ സീസണും കണ്ടിട്ടുള്ള ആളാണ്. അപ്പൊ അവര് ഗെയിം സ്ട്രാറ്റജി ഒക്കെ വർക്ക്ഔട്ട് ആവുന്ന ഒരു സാധനമായിരുന്നു തോന്നിയിട്ടുണ്ടോ? ഞാനിപ്പോ അതിനെ പറ്റിയിട്ട് കൂടുതൽ പറയാൻ അതിനെ പറ്റി കൂടുതൽ ആധികാരികമായിട്ട് അറിയില്ല. അത് ഉള്ളിൽ നിന്ന് ആൾക്കാർക്ക് അതിനെ പറ്റി അറിയില്ല. അതൊക്കെ രതീഷിനെ നേരിട്ടൊന്ന് സംസാരിക്കുകയായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഓക്കെ, താങ്ക് യു.